ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യട്ടെ എന്ന് ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ വകയായിട്ടൊരു പ്രാർത്ഥന ഇരിക്കട്ടെ. പ്രാർത്ഥന എല്ലാവർക്കും ആകാമല്ലോ, വിശ്വാസികൾക്കും ലോട്ടറി അടിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനൊരു വഴിയേ ഉള്ളൂ, അത് ഭാഷ മാത്രമാണ്. മാതൃഭാഷയ്ക്ക് വേണ്ടി ഒരു ദിനം ആചരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം. ഒരു പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമരം നടന്നത് ഈ പ്രശ്നത്തിലാണ്. ഉദയം പേരൂർ സൂനഹദോസ്, അത് ഭാഷ ഏത് വേണം എന്നുള്ള തർക്കമാണ്. കേരളത്തിലെ യൂറോപ്പിൽ ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുമതം ഉണ്ടായ സ്ഥലമാണല്ലോ കേരളം, അല്ലേ? യൂറോപ്യൻ ചർച്ചിനേക്കാൾ പഴക്കമുള്ള ചർച്ചുണ്ട് കേരളത്തിന്. അപ്പോൾ യൂറോപ്യനൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുമതം സ്വീകരിക്കുകയും എന്നിട്ട് തന്നെ ഒളിച്ചൊക്കെയാണ് നടന്നിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിടുകയൊക്കെ ചെയ്തിരുന്നു റോമൻ വിശ്വാസങ്ങളുടെ. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ തന്നെ മലയാളികൾ ക്രിസ്ത്യാനികളായി, ക്രിസ്തുമതം സ്വീകരിക്കുകയും കൊച്ചുപള്ളിയൊക്കെ ജീവിച്ചു. വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടായില്ല, അതൊക്കെ 19-ാം നൂറ്റാണ്ട് ബ്രിട്ടീഷുകാർ വന്ന് എട്ടുമ്പോൾ മാത്രമേ ഉണ്ടായുള്ളൂ. അത്രയും വലിയ പഴക്കമുള്ള ഈ സഭാപാരമ്പര്യം, വിശ്വാസ പാരമ്പര്യമുള്ള കേരളത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് യൂറോപ്യന്മാർ പറയുന്നതിനേക്കാൾ ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? മലയാളികൾക്ക് ഉണ്ട്. ആ ഒരു ആത്മാഭിമാന ബോധം അച്ഛന്മാർക്കും വേണം കേട്ടോ. എല്ലാം യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. വലിയ വലിയ വൈജ്ഞാനങ്ങളെല്ലാം യൂറോപ്യൻ തിയോളജിസ്റ്റുമാർ പറയുന്നതാണെന്നൊന്നും പറയണ്ട. യൂറോപ്യന്മാർ പറയുന്നതിനേക്കാൾ ശക്തിയായി യേശുവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ മനസ്സിലാകുന്നത് ആർക്കായിരിക്കും? നെഞ്ചു കൈവച്ച് പറ, ഇന്ത്യക്കാർക്കാന്ന്. കാരണം നമ്മളെപ്പോലെ ഒരു പൗരസ്ത്യനായിരുന്നു യേശു. റെനസാൻസ്, 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലുണ്ടായ റെനസാൻസ്, നവോത്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന റംബ്രാന്തിനെയും ലിയനാർഡോ ദാവിഞ്ചിയെയും റഫേലിനെയും പോലുള്ള ചിത്രകാരന്മാർ വരച്ചുവച്ച യേശുവും കന്യാമാതാവും യൂറോപ്യന്മാരാണ്. ഇറ്റലിയിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാതൃകയിൽ വരയ്ക്കപ്പെട്ട രൂപങ്ങളാണത്. യഥാർത്ഥത്തിൽ ജൂദിയ എന്ന് പറയുന്ന ഏഷ്യൻ പ്രദേശത്ത് ജീവിച്ച യേശുവിന്റെ ഛായ അതാവാൻ വഴിയില്ല. നമ്മളുടെ ഛായന്ന് ഇച്ചിരി കൂടി വെളുത്ത ഒരു ഛായ ആവാനേ വഴിയുള്ളൂ. കാരണം യേശു എവിടത്തുകാരനാ? യൂറോപ്യനാ? ഇറ്റലിക്കാരനാ? യേശു ഏഷ്യക്കാരനാണ്. ലോകത്തെ എല്ലാ പ്രധാന മതങ്ങളും ഉണ്ടായത് എവിടെയാണ്? ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം, ബുദ്ധമതം, ജൈനമതം. ആകെ കൺഫ്യൂഷനുള്ള മതം ഉണ്ടല്ലോ, കൺഫ്യൂഷ്യസിന്റെ മതം, തപോമാർഗം, സെൻ ബുദ്ധിസം, 8 9ാമത് തേരവാദ ബുദ്ധമതം, അതും ബുദ്ധമതം തന്നെ. എന്നാൽ 7 പ്രധാനപ്പെട്ട ലോകമതങ്ങൾ ഉണ്ടായത് ഒരൊറ്റ കോണ്ടിനെന്റിലാണ്, ഏഷ്യയിൽ ഉണ്ടായതാണ്. ഇതെല്ലാം കൂടി ഒരു 2 ദിവസം കൊണ്ട് കാറോടിച്ചെത്താന്നുള്ള സ്ഥലമേ ഉള്ളൂ, അല്ലേ? പൊട്ടൊരാഴ്ച, അല്ലേ? ഇതൊന്നും യൂറോപ്പിലുണ്ടായതല്ല. അപ്പോൾ യേശു പൗരസ്ത്യനായ ഒരു മനുഷ്യനായിരുന്നു. ആ പൗരസ്ത്യ മനുഷ്യന്റെ ഛായയെ അതിവിദഗ്ധമായിട്ട് യൂറോപ്യൻ റെനസാൻസ് ചിത്രകാരന്മാർ എന്ത് ചെയ്തു? പതുക്കെ പെയിന്റ് ചെയ്ത് ടസ്കനിയിലുള്ള ഒരു യുവതിയുടെ ചിത്രമായി കന്യാമാതാവിനെയും ടസ്കനിയിലുള്ള ശാന്തശീലനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖമായി യേശുവിനെയും വരയ്ക്കുകയാണ് ചെയ്തത്. ഈജിപ്തിലെ കോപ്റ്റിക് ചർച്ചിന്റെ ആദ്യകാല ചിത്രങ്ങൾ നോക്കിയാൽ കറുത്ത യേശുവിനെയും കറുത്ത കന്യാമറിയത്തെയും കാണാം. ആഫ്രിക്കക്കാരൻ കന്യാമറിയത്തെ ഒരു യൂറോപ്യൻ ഛായയിലല്ല കാണുന്നത്, മറിച്ച് തന്നെ പോലെ കറുത്ത ഒരാളായിട്ടാണ്. തന്നെ പോലെ ഏറ്റവും പ്രാചീനമായ മനുഷ്യവംശത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരാളായിരുന്നു. സെയിന്റ് അഗസ്റ്റിൻ പോലും അങ്ങനെയുള്ള ഒരാൾ ആയിരുന്നു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ നഗരം എഴുതിയ എന്ന സെയിന്റ് അഗസ്റ്റിൻ യേശുവിനെ ഇങ്ങനെ തൊട്ട് കണ്ടു കാണും. അപ്പോൾ അങ്ങനെ ഭാഷയ്ക്ക് വേണ്ടി നിങ്ങളൊരു ദിവസം ആചരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ മാതൃഭാഷയെ കേരളത്തിലെ 1ാം ഭാഷയാക്കി മാറ്റുന്നതിന് വേണ്ടി അടുത്ത സമയത്ത് ഒരു വലിയ യുദ്ധം ചെയ്യാൻ പോയ ആളാണ് ഞാൻ. അതിൽ വളരെ അപമാനിതനും പരാജിതനുമായി തിരിച്ചു പോന്നു. ഏതാണ്ട് ഈ സർക്കാർ ആളുകളെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇത് 1ാം ഭാഷയാക്കി എന്ന് പറഞ്ഞൊരു ഡാവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഇത് യഥാർത്ഥ ഒരു തട്ടിപ്പ് മാത്രമാണ്. ഇതിലെ പ്രശ്നം എന്തോന്നറിയാവോ? നമ്മുടെ ഭാഷ 1ാം ഭാഷയാക്കണം. അതുകൊണ്ട് നമുക്ക് ആർക്കും പഞ്ചാര മുട്ടായി ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അതിലൊരു അഭിമാന ബോധമുണ്ടല്ലേ? ആണല്ലോ. നമ്മുടെ ഭാഷ 1ാമതായിട്ടങ്ങ് ഇരുന്നോട്ടെ, അത് പറയുന്നതിൻ്റെ ഒരു സുഖം. ഈ ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് ചില ആളുകളൊക്കെ ഇങ്ങനെ കുൽസിത സംശയങ്ങളൊക്കെ ചെയ്യും. അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായെന്നുള്ള മട്ടി ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ നമ്മൾ മാതൃഭാഷ പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പം ചോദിക്കും, നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ പോയി സംസാരിക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് എന്തൊക്കെ ചോദിച്ചുകളെ? സയൻസ് പഠിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് മലയാളം പറഞ്ഞാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്, അല്ല ഇംഗ്ലണ്ടുകാരനെ ഇംഗ്ലീഷും കൊണ്ടുവന്ന് നമ്മുടെ പേർക്കുട ജംഗ്ഷനിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പച്ചക്കറി വാങ്ങിക്കണം. ഞാൻ ഡൽഹി ജോലി ചെയ്ത് പത്രപ്രവർത്തനം നടത്തിയാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര ഇംഗ്ലീഷ് പറയുന്നു, പാർലമെന്റിൽ പോകുന്നു. പക്ഷെ വൈകുന്നേരവും വിശക്കും. ഈ ഇന്ത്യക്കാരൻ്റെ കടുകണ്ണ വെച്ചാൽ വയറിളകും. അത് കാരണം നമ്മുടെ എന്തെങ്കിലുമൊക്കെ പാചകം നടത്തണം. പച്ചക്കറി വാങ്ങിക്കാൻ പോകണം. ഒരു സാധനത്തിനും പേരറിഞ്ഞൂടാ ഹിന്ദിയിൽ. ബസ്സിൻ്റെ വഴി ചോദിക്കാനൊക്കെ അറിയാം ഹിന്ദി,
വെണ്ടയ്ക്കയുടെ ഹിന്ദി എന്തുവാ? വലിയ പാടാ. വെണ്ടയ്ക്ക വാങ്ങിച്ച് ബിണ്ടി. അപ്പോഴേ മല്ലിയില വേണമല്ലോ മലയാളിക്ക്. എന്ത് രസമൊക്കെ ഉണ്ടാക്കണേ മല്ലിയില വേണ്ടേ? അതിൻ്റെ ഒരു പിടിയില്ല. ലത് ലത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂണ്ടിക്കാണി. ജഗദീഷ് ശ്രീകുമാർ ലോണ്ട ലവൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വലിയ പാടായിപ്പോയി. അപ്പൊ ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് കുമാരനാശാൻ പറഞ്ഞ പരമസത്യമാണെന്ന് എനിക്ക് ഡൽഹിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ധന്യ എന്നാണ് ഹിന്ദിയിൽ പെടുക. ധനിയ, ധന്യായ എന്നല്ലേ. അപ്പൊ ധനിയ എന്നാണ് മല്ലിയിലയുടെ പേര്. കാണാതെ പഠിച്ച് വച്ചോ. തൈര്, ദഹി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലെങ്കിൽ വലിയ പാടായത്. കാരണം മനുഷ്യന് അടിസ്ഥാന പദങ്ങളാണ് ഭാഷയുടെ ആവശ്യം. അത് ഇംഗ്ലീഷ് പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമില്ല. ഈ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് ആഫ്രിക്കയിൽ പോയിട്ട് വല്ല രക്ഷയുണ്ടാ? സുളു വംശജന്റെ ഇടയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ലെ ഫ്രഞ്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ? ഫ്രഞ്ച് ഒരു വലിയ ഭാഷയാണല്ലോ. അപ്പോൾ ഒരു ഭാഷയുടെ മേൽക്കോയ്മയൊന്നും പറയണ്ട. മാതൃഭാഷയ്ക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര മണിക്കാ ഊണാവുന്നേ? 12:30. ഞാൻ ഇപ്പം നിർത്തിയേക്കാം കേട്ടോ. അസ്വസ്ഥതയൊക്കെ ഉണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ സംഗതി ഇതാ. അപ്പം നമ്മളിപ്പോൾ ഇംഗ്ലീഷിനെ നമുക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. ഉണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം നല്ല പുസ്തകം വായിക്കാനും കവിത വായിക്കാനും വലിയ വലിയ മഹാകവികളെയൊക്കെ. പാരഡൈസ് ലോസ്റ്റ് നമ്മൾ വായിക്കുക, മലയാളത്തിൽ വായിക്കുക ഒരു രക്ഷയില്ല. പാരഡൈസ് ലോസ്റ്റ് ഇംഗ്ലീഷിൽ മാത്രമേ വായിക്കാൻ പറ്റൂ. ഞാൻ വായിച്ചുള്ള മഹത്തായ കാവ്യങ്ങളിലൊന്നാണ് പാരഡൈസ് ലോസ്റ്റ്. മഹത്തായ കവി. എപ്പോഴെങ്കിലും നിങ്ങളത് മുഴുവൻ വായിച്ചു തീർക്കണം കേട്ടോ. പ്രത്യേകിച്ചും മതപുരോഹിതന്മാർ വായിച്ചു തീർക്കേണ്ട കാവ്യം ആണ്. ബൈബിളിലുള്ള ഒരു ചെറിയ പരാമർശം മാത്രം എടുത്ത് ഇത്രയും വലിയൊരു കാവ്യം, നരകത്തെക്കുറിച്ചും ലൂസിഫറിനെ കഥാപാത്രമാക്കിയ ഒരു മിൽട്ടൺ എഴുതിയ ആ മഹാകവി. നമ്മൾ അമ്പരന്ന് പോകും ഒരു കവിയുടെ വലിപ്പം കണ്ട്. പിന്നെ അത്രയും അമ്പരക്കം ഇംഗ്ലണ്ട് വരെ ഒന്നും പോണ്ട. മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ 5-6 മാസം അമ്പരന്നുകൊണ്ടിരിക്കാനുള്ള, ചിലപ്പോൾ ആയുസ് മുഴുവൻ അമ്പരക്കാനുള്ള സാധനം ഒരെണ്ണത്തിൽ തന്നെ. പിന്നെ ഒരു അമ്പരപ്പ് ഏൽക്കുകയും ഇല്ല. ഒരിക്കൽ വസൂരി വന്നവന്, ഈ ചിക്കൻ ബോക്സ് വന്നവന് പിന്നെ ഒരിക്കലും വരില്ലല്ലോ. അതുപോലെയാണ് ഈ മഹാഭാരതം വായിച്ചുള്ള ഗുണം. അതായത് 1-2 ആളുകളുടെ കുൽസിതത്വം കൊണ്ട് അട്ടിമറിക്കപ്പെടാവുന്ന ഒന്ന് മാത്രമാണ് നിങ്ങൾ വളരെ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന മലയാളം എന്ന് ഓർത്താൽ മതി. ഇത്ര ശക്തിയെ നമ്മുടെ ഭാഷയ്ക്ക് ഉള്ളൂ. പിന്നെ ഈ ഭാഷ കൊണ്ട് വലിയ പ്രയോജനമൊന്നും സത്യത്തിലില്ല. കമ്പ്യൂട്ടറിൽ ഇത് നേരെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇണ്ടെന്ന് പറഞ്ഞ അക്ഷരം കാണില്ല. ഫോൺ മിസ്സിങ് വരും, വലിയ പ്രശ്നം. ഇതിൽ ബോർഡ് എഴുതിയ വിദേശത്തു നിന്ന് വരുന്നവർക്ക് വായിക്കാൻ പറ്റൂലെന്നൊക്കെ ആളുകൾ പറയുന്നത്. ഇത് കേട്ടാത്തൊന്നും നമ്മുടെ നാട് തുറന്നു വെച്ചിരിക്കുന്ന വിദേശത്ത് നാൾ വരാനാണെന്ന്. ഇവിടെ ഉള്ളവർക്ക് വായിക്കാനല്ല. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നു ബോർഡ് വായിക്കുന്നത് എങ്ങനെയെന്ന്. മേരിഗിരി എന്ന് മലയാളത്തിൽ എഴുതി എങ്ങനെ വായിക്കും? ഇംഗ്ലണ്ടിൽ നിന്ന് വരും. ഇവിടെ ഡെയിലി വന്നുകൊണ്ടിരിക്കല്ലേ ഇംഗ്ലണ്ടിൽ നിന്ന്. ഇവിടെ ഗൾഫിൽ പോണവനൊക്കെ അറബിയും പഠിച്ചല്ലേ പോകുന്നത്. നീന്താ അറിയാത്ത മാടിനെ വെള്ളം എടുത്തുകൊണ്ട് പോകും. അപ്പം മാട് താനെ നീന്തിക്കോളും. ഗൾഫിൽ പോയാൽ കൊത്തനും ആചാര്യയും ഒക്കെ ഭയങ്കര ഇംഗ്ലീഷല്ലേ. നമ്മുടെ ഭാഷ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പഠിക്കും. പിന്നെ ഈ ഭാഷ കൊണ്ട് വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, കാലിൽ കരിങ്കല്ല് വീഴുകയാണെങ്കിൽ നിലവിളിക്കാൻ ഏത് ഭാഷ വേണം? മാതൃഭാഷ തന്നെ വേണം. പരദൂഷണം പറയുന്നതിന് ഏത് ഭാഷ വേണം? തെറി വിളിക്കാൻ ഏത് ഭാഷ വേണം? ഈ 3 ആവശ്യവും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അല്ലെ. ഇനിയുള്ളതൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നില്ല. അപ്പൊ ഈ ആവശ്യങ്ങൾക്ക് എല്ലാം മലയാളം മാത്രമേ, മാതൃഭാഷ മാത്രമേ പ്രയോജനപ്പെടൂ. ഇന്ന് വരെ ഇംഗ്ലീഷ് 4 ചീത്തയൊക്കെ പറഞ്ഞാലേ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചീത്ത പറഞ്ഞാൽ നമ്മൾ പുല്ലുപോലെ അവിടെ നിൽക്കും. കാര്യം നമുക്ക് കേൾക്കുകയല്ല ഇത്, ഇല്ലേ? നമുക്ക് എത്ര നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിലും നമുക്ക് കേൾക്കുകയില്ല. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സ്വഭാവം മാറും. പുരോഹിതന്മാർക്ക് പോലും ദേഷ്യം വരും. കാരണം ചമ്മട്ടി എടുത്ത പാരമ്പര്യമൊക്കെ ഉള്ളവരാ നിങ്ങൾ. അവിടെ ദേഷ്യമൊക്കെ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യം മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം എന്ന് പറയുന്നത്, ഞാൻ മലയാളത്തിലെ എഴുതും, മലയാളത്തിലെ ചിന്തിക്കും എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും നമ്മുടെ ശത്രുക്കളും അല്ല. മറ്റ് ഭാഷകളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതും ഒന്നും ഒരു ജനാധിപത്യ ബോധമോ ഭാഷാബോധമുള്ള മനുഷ്യന്റെ ലക്ഷണമൊന്നുമല്ല. അതൊക്കെ ചുമ്മാതെ അവിവേകികൾ പറയുന്നതാ. വിവേകിയുടെ ലക്ഷണം എല്ലാ ഭാഷകളേക്കും പ്രാധാന്യം കൊടുക്കുക. അതിൽ ഒരു പടി കൂടി ആർക്ക് കൊടുക്കുക? മാതൃഭാഷയ്ക്ക് കൊടുക്കുക. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ അതിലൊരു 10 പൈസയുടെ അംശം ആർക്ക് കൂടുതൽ കൊടുക്കുന്നു? സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്നു. എല്ലാ സ്ത്രീകളും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണമെന്നില്ല. ശരി തെറ്റുകളൊക്കെ നമ്മളൊക്കെ നോക്കും. പക്ഷെ നമ്മുടെ അമ്മ പറഞ്ഞ പുഴത്തരം പറഞ്ഞത് നമുക്കറിയാം. എങ്കിലും നമ്മൾ തർക്കത്തിന് വേണ്ടി നിൽക്കാതെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. അതെന്താ? അതൊരു പൊക്കിൾ കൊടിയുടെ ബന്ധം ആണ്. ഒരു 10 മാസം ചുവന്ന് സഞ്ചിയിലിട്ടുകൊണ്ട് നടന്നതിൻ്റെ ഒരു കരാറല്ല അത്. മറിച്ച് അതൊരു ജനിതക ബന്ധം ആണ്. മനുഷ്യവംശത്തിന്റെ ആദ്യം മുതൽ ഇന്ന് വരെ മൈറ്റോകോൺട്രിയൽ ആദം എന്നും മൈറ്റോകോൺട്രിയൽ ഈവ് എന്നും പറയുന്ന ഒരു ജനിതകധാരയുണ്ട്.
നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്ന ഈ ജീനുകൾ, ഈ മൈറ്റോകോൺട്രിയ ഉണ്ടല്ലോ, അത് ആദിമയായ ഏതോ ആദത്തിൻ്റെയും ഏതോ ഈവിൻ്റെയും ആണ്. ആ മൈറ്റോകോൺട്രിയൽ ഈവിൻ്റെ ബന്ധമാണ് നമ്മുടെ മാതൃഭാഷയുമായി തുടരുന്നത്. ആ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് നിങ്ങൾ മാതൃഭാഷയെ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും. ഫ്രഞ്ചിൽ ഈശ്വരനെ വിളിക്കുന്നതിനേക്കാൾ ഈശ്വരൻ വിളി കേൾക്കുന്നതും വിളി കേട്ടതായി വിളിച്ചതായി നമുക്ക് തോന്നുന്നതും എൻ്റെ ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പണ്ടേ തന്നെ മലയാളത്തിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1499 1499 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷത്തിൽ ഉദയംപേരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എറണാകുളം ജില്ലയിൽ ഉണ്ടായൊരു തർക്കം, പാശ്ചാത്യമായ പോർച്ചുഗീസ് ആയിട്ടുള്ള ലത്തീൻ അനുഷ്ഠാനക്രമം വേണോ മലയാളത്തിലോട്ട് അനുഷ്ഠാനക്രമം വേണമെന്നായിരുന്നു തർക്കം. പിന്നെ അത് വലിയ അടിയായി, ലഹളയായി, പിളർപ്പായി. ഈ കേരള കോൺഗ്രസിൻ്റെ സ്വഭാവം പണ്ടേ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടായി പുത്തൻകൂറ്റുകാരുണ്ടായി, കൂനംകുരിശുണ്ടായി, സത്യം ഉണ്ടായി, മുണ്ട് ചുറ്റിക്കെട്ടി നിന്നും ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ തർക്കവും നമ്മുടെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കവും ഭാഷയെക്കുറിച്ചുള്ളതായിരുന്നു. അത് മാതൃഭാഷയെക്കുറിച്ചുള്ളത് ആയിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭാഷയുടെ വികാസത്തിൽ തന്നെ എങ്ങനെയാണ് ക്രിസ്തുമത പ്രചാരകർ വഹിച്ച ഗുണകരമായ പങ്ക്. അവർ മലയാളം നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല ബൈബിൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തത്. എങ്കിലും ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ, എങ്കിലും മലയാളത്തിലെ ചന്തമുള്ള ഗദ്യം ഇപ്പോഴും ഈ ബൈബിളിൻ്റെ ഒരു ഗദ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ് പുലിക്കുന്നേലെല്ലാം കൂടി ഓശാനക്കാർ ഫ്രീ ആയിട്ട് നല്ല മോഡേണൈസ്ഡ് മലയാളത്തിൽ ബൈബിൾ ഇറക്കിയിട്ട് ആളുകളാവുന്നതല്ല കൂടുതൽ വായിക്കുന്നത്. ഇപ്പോഴും നോൺ ക്രിസ്ത്യൻസ് തന്നെയും വായിക്കുന്ന ബൈബിള് ഈ മറ്റേ ഓർത്തഡോക്സുകാരൊക്കെ പറയുന്ന കറുത്ത ബൈബിളോ ഈ കത്തോലിക്ക സഭ അംഗീകരിച്ചുള്ള ചുവന്ന ബൈൻഡറുള്ള ബ്രൗൺ ബൈൻഡറുള്ള ബൈബിളിൽ അതോ ആണ്. അത് മലയാളിയുടെ ഒരു ജീവിതാനുഭവത്തിനാണ്. അത് ഹിന്ദുക്കളായ എഴുത്തുകാരിലും മുസ്ലിങ്ങളായ എഴുത്തുകാരിലും ഒക്കെ ഈ ബൈബിളിൻ്റെ സ്വാധീനം വരികയും ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായി ചില മതങ്ങളുടെയോ വിശ്വാസധാരകളുടെയോ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ മാതൃഭാഷയുടെ മാത്രം പ്രശ്നങ്ങളാണ്. ആ ദിവസത്തിന് വേണ്ടി ഒരു ദിവസം സമർപ്പിച്ചതിനും പൊതുവെ ഇതുപോലുള്ള പവിത്ര സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കാനാകാത്ത ഒരു കവിയെ നിങ്ങളുടെ ചിന്തയിലേക്ക് പ്രവേശിപ്പിച്ചതിലൂടെ സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ പാരമ്പര്യത്തെയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എൻ്റെ പേരിൽ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.